അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഫീലുകളിൽ നിന്ന് മാലി മുലാരിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി മാലിയിൽ തന്നെ നഫി ആയത് മജ്ഹൂൽ, അതേപോലെ മുലാരിയിൽ നഫി വരുന്നത്, അതേപോലെ മജ്ഹൂൽ. നഫി തന്നെ ലമ്മ് കൊണ്ട് നഫി ആവുന്നത്, ലന്ന് കൊണ്ട് നഫി ആവുന്നത്, ഇവ കൊണ്ട് നഫി ആവുമ്പോൾ മുലാരിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു. അതിൻ്റെ സീഗകളും അതേപോലെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഫെയിലാണ് ഏത്? ഫീലുൽ അംർ. ഏത്? ഫീലുൽ അംർ. മാലി, മുലാരി അല്ലെങ്കിൽ മുസ്തഖ്ബൽ, പിന്നെ അംർ, ഫീലുൽ അംർ. അപ്പോൾ ഫീലുൽ അംറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന വിവരങ്ങളാണ്. അപ്പോൾ ഇത് തെറ്റിയാൽ പിന്നീട് നമുക്ക് അറബിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ അറബിയിലൊക്കെ ഉഷാറാവണമെങ്കിൽ നിർബന്ധമായിട്ടും സർഫും നെഹബും 1-ാം ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഒരു സംശയം പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് അധ്വാനിച്ച് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മുടെ പാഠം അംറാണിപ്പോൾ. മാലി കഴിഞ്ഞ് മുസ്തഖ്ബൽ കഴിഞ്ഞ് ഫീലുൽ അംറ അല്ലേ. ഈലം അന്നൽ അംറ അംറാനി, അംറു ഗായിബിൻ അംറു ഹാലിറിൻ. ഇനി അംറ് തന്നെ 2 വിധമുണ്ട്, അംറു ഗായിബ്, അംറു ഹാലിർ. നമ്മൾ മാലിയിൽ മുലാരിലെല്ലാം ഇങ്ങനെ സീഗ പറയുമ്പോൾ ഗായിബ് കഴിഞ്ഞിട്ട് ഹാലിർ, മുത്തക്കല്ലിം അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇവിടെ അംറിൽ ഗായിബിനെയും ഹാലിറിനെയും 2 വേറെ വേറെ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഗായിബായ അംറ് വേറെയാണ്, ഹാലിറായ അംറ് തന്നെ അതിന് സെക്ഷൻ തന്നെ വേറെയാണ്. പിന്നെ അംറിൽ എന്തുണ്ടാവില്ല? മുത്തക്കല്ലിം ഉണ്ടാവില്ല. കാരണം ഇത് കൽപ്പനയാണ്. നീ അങ്ങനെ ചെയ്യൂ, നീ കളിക്കൂ, നീ ഉറങ്ങൂ, അങ്ങനെ പറയലാണ്. അപ്പോൾ അത് സ്വന്തത്തോട് പറയൂലല്ലോ. അപ്പോൾ അതിൽ എന്തില്ല? മുത്തക്കല്ലിം ഉണ്ടാവില്ല, ഗായിബും ഹാലിറും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഗായിബിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കുക, ആ 2 വരി അർത്ഥം നോക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവലുണ്ട്, നിങ്ങൾ അർക്കത്തിടണം. എന്നിട്ട് നിങ്ങളെ സൗകര്യം പോലെ മലയാളത്തിൽ നോട്ട് പുസ്തകത്തിൽ ഇതും വേണം. ഈലം മോനെ നീ അറിയൂ അന്നൽ അംറ, നിശ്ചയമായും അംറ്, അംറാനി 2 അംറുണ്ട്, 2 വിധമുണ്ട്. അംറാനി 2 വിധമുണ്ട്. ഒന്ന് അംറു ഗായിബിൻ വ അംറു ഹാലിറിൻ. എന്ത്? അംറു ഗായിബും അതേപോലെ അംറു ഹാലിറുമാണ്. ഓക്കെ. വക്കിലാഹുമ, ഇവ രണ്ടും അംറു ഗായിബും അംറു ഹാലിറും യുബനയാനി, അവ രണ്ടും ഉണ്ടാക്കപ്പെടുന്നു. അത് ഉണ്ടാക്കപ്പെടൽ എങ്ങനെ? ഫഅല മാലി, മുലാരി യഫ്അലു അല്ലേ. അപ്പോൾ അംറ് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്? അംറുൽ ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്? അതേപോലെ അംറുൽ ഹാലിർ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്? വക്കിലാഹുമ, ഇവ രണ്ടും യുബനയാനി ഉണ്ടാക്കപ്പെടുന്നു. മിനൽ മുസ്തഖ്ബലി, എന്തിൽ നിന്ന് തന്നെയാണ്? മുലാരിയിൽ നിന്ന് തന്നെയാണ്, മുസ്തഖ്ബലിൽ നിന്ന് തന്നെയാണ് ഇവ രണ്ടും ഉണ്ടാക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, മുസ്തഖ്ബലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അതെന്താണ്? അപ്പോൾ അംറുൽ ഗായിബി, ഇനി അംറുൽ ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മുസ്തഖ്ബലിൽ നിന്നാണെന്ന് പറഞ്ഞു. മുസ്തഖ്ബലിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഫബി സിയാദത്തിൽ ലാമിൽ മക്സൂറത്തി, കെസറുള്ള ലാമ് അധികരിപ്പിക്കൽ കൊണ്ടാണ്. കെസറുള്ള ലാമ് ലി അല്ലേ, കെസറുള്ള ലാം അതല്ലേ ലി. അപ്പോൾ ഫബി സിയാദത്തിൽ ലാമിൽ മക്സൂറ, കെസറുള്ള ലാമ് അധികരിപ്പിക്കൽ കൊണ്ടാണ്. എവിടെ? ഫി അവലിൽ മുസ്തഖ്ബലി, മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ അധികരിപ്പിക്കണം. അപ്പോൾ ലിയഫ് അല അല്ലേ, ലിയഫ് അല എന്നായി. തീർന്നോ? ഇല്ല. അപ്പോൾ സുക്കൂനിൽ ആഖിരി, അവസാനത്തേന് സുക്കൂൻ ഇടുകയും വേണം. ഓക്കെ. അപ്പോൾ ലിയഫ് അൽ. അപ്പോൾ അംറുൽ ഗായിബ് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് മുസ്തഖ്ബലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെടുന്നത്. മുസ്തഖ്ബലിൻ്റെ മുമ്പിൽ കെസറുള്ള ലാമും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യുകയും ചെയ്താൽ അംറുൽ ഗായിബ് റെഡിയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ യഫ് അലു എന്നുണ്ടായത് ലിയഫ് അൽ. ഓക്കെ. ഇനി ഇതിൻ്റെ സർഫാക്കുന്നത് എങ്ങനെയാണ്? ലിയഫ് അലാനി എന്ന് പറയുമോ? ഇല്ല. ആ സുക്കൂനിൻ്റെ സ്ഥാനത്ത് തസ്നിയൽ എന്താവും? നൂനിനെ കളയും. ഓക്കെ. മുഫ്രദിലാകുമ്പോൾ സുക്കൂന്, തസ്നിയിലുള്ള സുക്കൂൻ എങ്ങനെയാണ്? നൂനിനെ കളഞ്ഞുകൊണ്ടാണ്. ഓക്കെ. ജമ്മുലും അങ്ങനെ തന്നെയാണ്, ജമ്മു മുഅന്നസിലില്ല. ഓക്കെ. ലിയഫ് അല ലിയഫ് അലു, ലിതഫ് അല ലിയഫ് അൽന. ഒന്നും കൂടി എൻ്റെ കൂടെ. ലിയഫ് അല ലിയഫ് അലു, ലിതഫ് അല ലിയഫ് അൽന, ലിയഫ് അല ലിയഫ് അലു, ലിതഫ് അല ലിയഫ് അൽന, ലിയഫ് അല ലിയഫ് അലു, ലിതഫ് അല ലിയഫ് അൽന. ഓക്കെ അല്ലേ. അപ്പോൾ അത് 4-5 വട്ടം സർഫാക്കുക. എന്നിട്ട് എൻ്റെ സീഗ നോക്കിയോ. ലിയഫ് അൽ സീഗത്തു വഹദാൻ മുദക്കർ അസ് അംറു ഗായിബ് ലമീർ ദറു ഹുവ. ചെറിയ ഷോർട്ടാണ് അല്ലേ. സീഗത്തു വഹദാൻ മുദക്കർ അസ് അംറു ഗായിബ് ലമീർ ദറു ഹുവ. ലിയഫ് അല സീഗത്തു തസ്നിയ മുദക്കർ അസ് അംറു ഗായിബ് ലമീർ ദറു ഹുമ. ലിയഫ് അലു സീഗത്തു ജമ്മു മുദക്കർ അസ് അംറു ഗായിബ് ലമീർ ദറു ഹും.
ലിതഫ്അൽ സിഗത്തു വഹദ മുഅന്നസ് അസ് അംറു ഗായിബ് ലമീർ ദറൂഹിയ. ലിതഫ്അല സിഗത്തു തസ്നിയ മുഅന്നസ് അസ് അംറു ഗായിബ് ലമീർ ദറൂഹുമ. ലിയഫ്അൽന സിഗത്തു ജമു മുഅന്നസ് അസ് അംറു ഗായിബ് ലമീർ ദറൂഹുന്ന. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അർത്ഥം അല്ല, ലിയഫ്അൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കട്ടെ. അംറാണ്, കൽപ്പനയാണ്. ആരോട്? ഗായിബല്ലേ. അപ്പോൾ നമ്മൾ മുമ്പിലുണ്ട ആളോടല്ല, എവിടെയോ ഉള്ള ആളോടാണ്. ലിയഫ്അൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കട്ടെ. ലിയൽ അബ് അവൻ കളിക്കട്ടെ. ലിയനം അവൻ ഉറങ്ങട്ടെ. ലിയക്തുബ് അവൻ എഴുതട്ടെ. ലിയഫ്അല അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ. ലിയഫ്അലു അവർ പല പുരുഷന്മാർ പ്രവർത്തിക്കട്ടെ. ലിതഫ്അൽ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കട്ടെ. ലിതഫ്അല അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ. ലിയഫ്അൽന അവർ രണ്ടിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവർ പല സ്ത്രീകൾ പ്രവർത്തിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പഠിക്കുക. അവസ്ഥത്തെ രണ്ട് വരി കുറേ വട്ടം അർത്ഥം വെക്കുക, പിന്നെ സർഫാക്കാൻ പഠിക്കുക, സീക പഠിക്കുക. എന്നിട്ട് ഞാൻ താഴെ തരുന്ന ഹോംവർക്കും കൂടി എഴുതുക. അർത്ഥം സർഫാക്കണം, അർത്ഥം എഴുതണം, സീക എഴുതണം. ഓക്കെ, 2-3 ഫീൽ എഴുതും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും അത് നിർബന്ധമായിട്ട് അടുത്ത ക്ലാസ്സിന് മുമ്പ് എഴുതി കാണിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അള്ളാഹു നാഫിയായ ഇൽമ് അധികരിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.